എറണാകുളം ആലങ്ങാട് 20-കാരൻ അഭിജിത്ത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അഭിജിത്തിനെ മർദ്ദിച്ച 8 പേർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. മാതാവ് നൽകിയ പരാതിയിൽ ആലുവ വെസ്റ്റ് പോലീസാണ് കേസെടുത്തത്. കഴിഞ്ഞ ഏപ്രിൽ 12-ന് ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്നാണ് അഭിജിത്തിന് മർദ്ദനമേറ്റത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. വിഷ്ണു, എന്താണ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, പോലീസിനെ ഉൾപ്പെടെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതായിരുന്നു അഭിജിത്തിന്റെ കുടുംബത്തിന്റെ ആരോപണം. ഏപ്രിൽ 12-ാം തീയതി ആലങ്ങാട് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടയിൽ അഭിജിത്തും അതോടൊപ്പം തന്നെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും തമ്മിലൊരു സംഘർഷമുണ്ടാകുന്നു. അന്നേ ദിവസം വൈകിട്ട് അഭിജിത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ എത്തുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് അഭിജിത്തിനെ പ്രതി ചേർത്ത് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമീപനമാണ് ഉണ്ടാകുന്നത്. 16-ാം തീയതി ഇതിൽ മനംനൊന്ത് പോലീസ് ഭീഷണിപ്പെടുത്തിയതിൽ മനംനൊന്ത് അഭിജിത്ത് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. പക്ഷേ അന്ന് പോലീസ് എടുക്കാൻ മടിച്ച കേസാണ് നിലവിൽ ഇന്ന് ഈ കമ്മിറ്റിക്കാർക്കെതിരെ പോലീസ് എടുത്തിരിക്കുന്നത്. അഭിജിത്തിനെ മർദ്ദിച്ച 8 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അഭിജിത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അസ്വാഭാവിക മരണത്തിന് നേരത്തെ കേസെടുത്ത് അന്വേഷണം നടക്കുകയാണ്. കുടുംബം ഉന്നയിക്കുന്നത് ഈ പ്രതികളെ പോലീസ് സംരക്ഷിച്ചിരുന്നു എന്നുള്ളതിന്റെ നേർചിത്രം ഇപ്പോൾ വ്യക്തമായി വരുന്നു എന്നുള്ളതാണ് ഈ കേസെടുത്തതിലൂടെ കുടുംബം ആരോപിക്കുന്നത്. പോലീസുകാർക്കെതിരെയും ഈ പ്രതികൾക്കെതിരെയും ശക്തമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ തുടർ പ്രക്ഷോഭങ്ങളുമായി അല്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഗോപികൃഷ്ണൻ. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.